ഇത് 2019 വണ്ടിയാണ് ജീത്തോ. 2 വർഷത്തിനടുത്ത് 22 മാസം പേപ്പർ കിടപ്പുണ്ട്. ഇതിപ്പം ഫുള്ള് ഇത് എല്ലാ ക്ലച്ചും എല്ലാം ചെയ്ത് ഫുള്ള് പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. മെക്കാനിക്കൽ വർക്കുകൾ യാതൊന്നുമില്ല. ഇത് 2018 സിപ്പ്. ഇത് നമുക്ക് പേപ്പർ ആഗസ്റ്റ് വരെ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിപ്പ് വലിയ വണ്ടിയാണ്. ഇത് 2018 ജീത്തോയ സെക്കൻഡ് ഓണറാണ്. പേപ്പർ ഭാഗമുള്ള വണ്ടിയാണ്. ഇത് അത്യാവശ്യം ഫ്രണ്ട് ടയർ ഇച്ചിരി ആവറേജേ ഉള്ളൂ. അടുത്ത 2018 വണ്ടിയായത് 20 മാസത്തിനടുത്ത് പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യ ഭാഗങ്ങളെല്ലാം നല്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് 2015 വണ്ടിയാണ്. ഇത് 8 മാസം പേപ്പറുണ്ട്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഉണ്ടായിരുന്ന ഓണറിൽ നിന്ന് എടുത്തത് നമ്മളെല്ലാം പണിഞ്ഞ് വൃത്തിയാക്കിയിട്ടിരിക്കുക. പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം പുതിയത് ചെയ്തിട്ടിരിക്കുക. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെള്ളിമൂങ്ങകളുടെ വിശേഷങ്ങളായിട്ടാണ്. ഒരു 10-13 വണ്ടികൾ വന്നിട്ടുണ്ട്. പുതിയ സ്റ്റോക്കാണ്. അപ്പോൾ വെള്ളിമൂങ്ങയുണ്ട്, എയ്സ് ഉണ്ട്, ജീത്തോ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ വണ്ടികളും നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ ജയണ്ണൻ്റെ ഷോപ്പിലാണ് വന്നേക്കുന്നത്. ശബരി ഓട്ടോസെൽ എന്നാണ് ഷോപ്പിൻ്റെ പേര്. കല്ലുവാതക്കൽ, കൊല്ലം ജില്ലയിൽ കല്ലുവാതക്കൽ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ക്വാളിറ്റി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കിയിട്ട് വരാം. അപ്പോൾ ജയണ്ണ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? മഴയൊക്കെ ആയിട്ട് കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, മഴ തുടക്കമായി. ഇനി കച്ചവടത്തെ ബാധിക്കുന്നത്? തീർച്ചയായിട്ടും ബാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഒരു അവസരം എന്ന് പറയുന്നത് ഈ സ്കൂൾ തുറപ്പ് സമയമല്ലേ. അപ്പോൾ 15 ദിവസം മുമ്പേ മഴ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഇതാ. ഓ, അത് ശരി. അത് മഴ കൊണ്ടുപോവുകയും ചെയ്യും. അത് മഴ കൊണ്ടുപോയി എന്ന് പറയാം. ഓക്കെ. അപ്പം നമ്മൾ ഇത്തവണ കാണിക്കാൻ പോകുന്ന വണ്ടികളെ എത്ര രൂപ തൊട്ടുള്ള വണ്ടികളാണ്? നമ്മളിൽ ഇപ്പോൾ കിടക്കുന്ന സിപ്പ് 90,000 രൂപ വരെ സിപ്പ് കിടപ്പുണ്ട്. അവിടെ തൊട്ടാണ് നമ്മൾ തുടക്കം. അതെ അതെ. അത് ഈ താഴ്ന്ന വരെയുള്ള വണ്ടി വേറെ ഇല്ലല്ലോ, ഇതല്ലേ ഉള്ളൂ? ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് വണ്ടികൾ നോക്കാം. ഓക്കെ. അതിന് മുമ്പ് സ്ഥാപനം എവിടെയാണെന്നൊന്ന് പറഞ്ഞു. കാണാത്തവരുണ്ടെങ്കിൽ മനസ്സിലാവണ്ടേ. ഇത് നമ്മളെ കൊല്ലം-തിരുവനന്തപുരം ഹൈവേയിൽ കൊല്ലത്തു നിന്ന് വരുവാന്നുണ്ട് ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കല്ലുവാതുക്കൽ എത്തുന്നതിന് 1/2 കിലോമീറ്റർ മുൻപായിട്ടാണ് വരുന്നത്. അതായത് ഷീമാട്ടി സ്പിന്നിങ് മില്ല് കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് വരും. തിരുവനന്തപുരത്ത് വരുന്നുണ്ട് പാരിപ്പള്ളി കഴിഞ്ഞ് കല്ലുവാതുക്കൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് വലത് സൈഡിൽ. ഓക്കെ. ഇത് 2018 വണ്ടി. ഇത് എല്ലാ പണിയും കഴിഞ്ഞ് കിടപ്പുണ്ട്. പണിഭാഗങ്ങളൊന്നുമില്ല, എല്ലാം ചെയ്തതാണ്. ടയർ ആവറേജേ ഉള്ളൂ അല്ലേ? ഫ്രണ്ട് ടയർ ആവറേജേ ഉള്ളൂ. ടയർ മാറി കൊടുക്കൂ? മാറി കൊടുത്താൽ അതിൻ്റെ വില മേടിക്കും. അങ്ങനെ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നല്ല ബാക്കി ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായി കിടക്കുന്ന വണ്ടിയാണ്. എല്ലാം പണിഞ്ഞതായിട്ടുണ്ട്. ആ രീതിയിലെല്ലാം വണ്ടി കാണാനൊക്കെ കൊള്ളാം. ചെറിയ 2 ഫാൻ ആണ് ഹൈലൈറ്റ്. അങ്ങനെ 2 സാധനങ്ങൾ ഇരിപ്പുണ്ട്. അല്ലാതെ നോക്കിയാൽ വണ്ടിക്ക് അകമൊക്കെ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഫ്ലോർ നോക്കിയാലും തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് നീറ്റായിട്ട് കിടപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വർക്ക് ചെയ്തിട്ടൊക്കെയാണ്. റീപെയിൻറ്റ് കയറിയിട്ടുണ്ട് ചേട്ടാ? റീപെയിൻറ്റ് കാണും. ഉണ്ട്. ടച്ച് ആൻഡ് പോളിഷേ ഉള്ളോ അതോ ഫുള്ളായിട്ട് മാറി? ടച്ച് ആൻഡ് പോളിഷ്. ഓക്കെ. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 245. 2018 വണ്ടിയാണ്. 2018 വണ്ടി. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1.17 ഓടിയതാണ്. 1.17. കിലോമീറ്ററൊക്കെ ജെന്യൂനാണേ? ജെന്യൂൻ കിലോമീറ്റർ ആയിരിക്കാനാണ് സാധ്യത. നമ്മളതിൽ കിട്ടിയത് ഈ ഒരു കിലോമീറ്ററിലാണ്. പിന്നെ കിലോമീറ്റർ നമ്മൾ നിലവിൽ കണ്ടീഷൻ നോക്കുക, വണ്ടി എങ്ങനെയാണെന്ന് നോക്കുക. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഇത് 2016 സെൻസർ ഇല്ലാത്ത വണ്ടിയാണ്. ഈ ഇപ്പം നമ്മൾ കണ്ട സെൻസർ ഉള്ളതായിരുന്നു? 16 ശേഷമുള്ള സെൻസറാണ്. ഓക്കെ. ഈ ടയേഴ്സും ആവറേജ് ടയേഴ്സ്. സാധാരണ ടയറൊക്കെ മാറി പുത്തൻ ടയർ ഇട്ട് കൊടുക്കുന്നതാണല്ലോ. എന്ത് പറ്റി ഇപ്പം നിലവിൽ? ഇതിപ്പോൾ ടയർ മോശമല്ല. ഇത് മോശമല്ല, ആവറേജ്. അതാണ് ചോദിച്ചത്. വണ്ടിക്ക് മാറാറായതെങ്കിൽ മാറിയനെ. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ഫുൾ സർവീസൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടേക്കുക. ഇതിന് പിന്നെ ഫുൾ പെയിൻറ് ചെയ്താൽ വണ്ടി. ഇത് ഫുൾ പെയിൻ്റ് ആണ്. ഓക്കെ. ബാക്ക് സൈഡ് സിംഗിൾ ഓണർ വണ്ടിയല്ലേ? സിംഗിൾ ഓണർ. കിലോമീറ്റർ എന്താ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 160 അങ്ങോട്ട് ഓടിയതാന്ന് തോന്നുന്നു. 160 എത്ര ഓർമ്മയില്ല. ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. ഏകദേശം ആ റേഞ്ച് ഓടി കാണും.
ഓക്കെ. ബാക്ക് ടയർ ഇതിനൊന്നും വലിയ പ്രശ്നങ്ങളില്ലല്ലോ, വണ്ടി ഓടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അല്ല എന്നാലും കിലോമീറ്റർ എന്തോ ഓടിയെന്നൊന്നും അറിഞ്ഞിരിക്കുന്നതല്ലേ അല്ലേ? മറ്റേ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി സിംഗിൾ ഓണറാണ്. 2 മാസം ടെസ്റ്റ് കിടപ്പുണ്ട്, വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ വണ്ടി. ഇത് 2018 തന്നെ പുത്തൻ പേപ്പറാണ്. ഒരാഴ്ച ആൾ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എല്ലാ ഭാഗങ്ങളും പുതിയതാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് ഇതും സെക്കൻഡ്. ആ, ഈ ടയർ ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. ടയറെല്ലാം 4 പുത്തൻ ടയറാണ്. ഇത് ആവറേജ് ഉള്ളൂ. ബാക്ക് ഉണ്ട്, ബാക്ക് നല്ല ടയർ. പുത്തൻ ടയർ. ഫ്രണ്ട് ആവറേജ്, ബാക്ക് നല്ല ടയറാണ്. വണ്ടിക്കകം നോക്കുക, കാറിൻ്റെ സീറ്റൊക്കെ കയറ്റിയ വണ്ടിയാണ്. അങ്ങനെയൊക്കെ നല്ല വൃത്തിയായിട്ട് പോകണ്ട. അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറായിട്ടല്ല, അല്ലാതെയുള്ള ഫസ്റ്റ് സീറ്റ് തന്നെയാണ്. ബാക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 260 നമ്മൾ ചോദിക്കുന്നത്. 260. ഇതൊക്കെ എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇതൊക്കെ ഇപ്പോഴൊരു 1 രൂപയൊക്കെ അടുത്ത് വേണ്ടി വരും ഈ വണ്ടിക്കൊക്കെ. ഈ ഇപ്പോൾ ഇവിടെ കിടക്കുന്നതിലേ ഫുൾ ലോൺ കയറുന്ന വല്ല വണ്ടി ഉണ്ടോ? ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ഇത് 2018 സിപ്പ്. ഇത് നമുക്ക് പിന്നെ പേപ്പർ ആഗസ്റ്റ് വരെ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിപ്പ് വലിയ വണ്ടിയാണ്. ഇത് നമുക്കൊരു 160 നമ്മൾ ഫൈനൽ കൊടുക്കാം. ഇത് ഓട്ടം എന്തോടി? ഓട്ടം 88 കിലോമീറ്റർ. 88,000. വണ്ടി നീറ്റായിട്ട് കിടക്കുന്ന സിംഗിൾ ഓണറാണ്. ബാക്ക് സ്റ്റീൽ ബോഡിയാണ് അടിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് മീനോ കാര്യങ്ങളൊന്നും ഓടിയ വണ്ടിയല്ല. അല്ലല്ല. വണ്ടിക്കകം കാണാൻ വൃത്തിയുണ്ട്, ഒന്നും കുഴപ്പമില്ല. മൊത്തത്തിൽ നോക്കിയാൽ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ്. ചോദ്യം 1,60,000 പേര് മാറി കൊടുക്കാം. 160. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ എന്താ കിടക്കുക? ആഗസ്റ്റ് വരെ ടെസ്റ്റ് ഉണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ്. ഇതും 2014 വണ്ടിയാണ്. ഇത് സെൻസർ ഇല്ലാത്ത സിപ്പാണ്. ഇത് നമുക്ക് 90 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഇതാണ് 90 രൂപയ്ക്ക് കിടക്കുന്നത്. അതെ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും? ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ്, അത് മാറണം. മാറണമെങ്കിൽ മാറി കൊടുക്കും, അല്ലാതെ വേണമെങ്കിൽ അല്ലാതെ കൊടുക്കും. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതാണ് പൊട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗ്ലാസ് മാറിയിട്ടില്ല. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 90 രൂപ എന്ന് പറഞ്ഞു. 90. ഓക്കെ. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. ടോപ്പ് നോക്കിയാലും അകം തുരുമ്പാണ് കേട്ടോ. അത് അതല്ല, പെയിൻ്റ് അടിച്ചിട്ടില്ല, തുരുമ്പൊന്നുമില്ല. പെയിൻ്റ് അടിക്കണം അല്ലേ? ഓക്കെ. വലിയ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും കാണുന്നില്ല. വണ്ടി വൃത്തിയായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അത്യാവശ്യം പെയിൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. ആ രീതിയിൽ കുഴപ്പമില്ല. ഗ്ലാസ്സിന് പൊട്ടലുണ്ട്. അത് മാറി കൊടുക്കുമോ? മാറി കൊടുക്കാം. ഇത് 2019 വണ്ടിയാണ്. അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് ഇൻഷുറൻസ് തീർന്നെടുക്കുക. നമുക്ക് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അത് ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയറുണ്ട്. വണ്ടിക്കകം നോക്കിയാലും സീറ്റ് കവേഴ്സൊക്കെ ചെയ്ത് വണ്ടി ആവശ്യത്തിനുള്ള ഒരു വൃത്തിയും മെനയൊക്കെ ഉണ്ട്. സീറ്റ് കവർ പുതിയ സീറ്റ് കവറല്ല, അതിൻ്റേതായ ഫാൾട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഓവറോൾ വണ്ടി കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് പുതിയ ഇൻഷുറൻസ് പേര് മാറി കൊടുക്കാം. ചോദ്യം എത്രയാ? 270. 270? ഇത് 2015 വണ്ടിയാണ്. ഇത് 8 മാസം പേപ്പറുണ്ട്. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഉണ്ടായിരുന്ന ഓണറിൽ നിന്ന് എടുത്തത് നമ്മളെല്ലാം പണിഞ്ഞ് വൃത്തിയാക്കിയിട്ടിരിക്കുക. പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം പുതിയത് ചെയ്തിട്ടിരിക്കുക. മൊത്തം പെയിൻറ്റ് മാറിയോ? ഫുൾ പെയിൻറ്റ് അടിച്ചത്. ഫുൾ പെയിൻറ്റ് മാറിയതാണ്. സീറ്റ് കവേഴ്സ് അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഇല്ല, പഴക്കമുണ്ട് ആ സീറ്റ്. ഇല്ല, അത് സീറ്റിൻ്റെ ആ കളറാണ്. സീറ്റിന് ആ കളറാണ്. അല്ല, ഓറഞ്ച് കളർ ഉപയോഗിച്ചതിൻ്റെ ആ ഒരു മങ്ങിയതല്ല, ഓറഞ്ച് കളറാണ്. ഇങ്ങനെ ഒരു ശകല അഴുക്ക് പിടിച്ചവരുണ്ട്. അല്ല, വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഫ്രണ്ട് ടയർ പുത്തൻ ടയറാണ്. ഡോർ പാഡൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് ആവറേജ് കൂടുതൽ ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഓക്കെ. എത്ര ചോദ്യം? ഇത് 210 നമ്മൾ ഇൻഷുറൻസ് എടുത്ത് പെരുമാറി കൊടുക്കും.
ഇൻഷുറൻസ് എടുത്ത് പേര് മാറി 2/10 ആ അതെ. ഓക്കെ, അടുത്ത ഇത് 2018 ജീത്തോയ, സെക്കൻഡ് ഓണറാണ്. പേപ്പർ ഭാഗമുള്ള വണ്ടിയാണ്. ഇത് അത്യാവശ്യം ഫ്രണ്ട് ടയർ ഇച്ചിരി ആവറേജേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും വൃത്തിയാണ്. വണ്ടി നല്ല വൃത്തിയാണ്. എന്തോ ഓടിയിട്ടുണ്ട്? ഇത് 1.18 കണ്ട് ഓടിയതായത്. 1.18 ആണെന്ന് തോന്നുന്നു. വണ്ടി വൃത്തിയാണ്. എല്ലാ ഭാഗങ്ങളും വൃത്തിയാണ്. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അകത്തോട്ട് നോക്കുകയാണെങ്കിലും ബാക്ക് സൈഡൊക്കെ നല്ല സീറ്റ് കവേഴ്സും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒക്കെ നല്ല റീപെയിൻറ്റ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കുന്ന വണ്ടിയാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ പുത്തൻ ടയറാണ്, പുതിയ ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തോ റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 360 കൊടുക്കുക. ഇത് 360. ആ, ഇത് 2019 വണ്ടിയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് പേപ്പർ ഉള്ള വണ്ടിയാണ്. ഏകദേശം 2 വർഷം അടുത്ത് പേപ്പറുണ്ട്. വണ്ടി കമ്പനി ഷേപ്പിൽ തന്നെ കിടക്കുക. റീപെയിന്റ് കയറിയിട്ടുണ്ടല്ലേ? ഇല്ല. ഡോർ ചെറിയ സൈഡിലെങ്ങാണ്ട് റീപെയിന്റ് കയറിയിട്ടുണ്ട്, അല്ലാതില്ല. അകമൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, നല്ല ഫിനിഷിങ് കിടക്കുകയാണ്. ടോപ്പൊക്കെ നോക്കിയാലും ഒരു അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് നോക്കിയാലൊക്കെ കൊള്ളാം. അതേപോലെ ഗ്രൗണ്ട് ഭാഗവും ആ രീതിയിലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ടയേഴ്സ് ഫ്രഷ് ടയറാണ്. ഞാൻ ചോദിച്ചത് ഇതാ, ഈ കളറും ഈ ഒരു ഡോറിന് ഇച്ചിരി മങ്ങലുണ്ടല്ലേ? അതാ ഞാൻ ചോദിച്ചത്. ടയറെല്ലാം പുതിയ ടയർ കിടക്കുന്നത്, കൊള്ളാം. എത്ര ചോദിക്കുന്നത്? ഇത് 290. 290 ഓട്ടോ ടാക്സി. ഇത് 2018 പിന്നെ പ്രൈവറ്റായിട്ട് കിടന്ന വണ്ടിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. 88,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇതിൻ്റെ പേപ്പർ ബെയറിംഗെല്ലാം മാറി കിടക്കുന്ന വണ്ടിയാണ്. 4 പുത്തൻ ടയർ കമ്പനിയിൽ നിന്ന് അതേ കണ്ടീഷനിൽ കിടക്കുന്ന വണ്ടിയാണ്. അല്ല, ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ പേപ്പർ ഭാഗം പുതിയതാണ്. പ്രൈവറ്റ് ആയിരുന്നു, ടാക്സി ആക്കിയതാണ്. വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സും അതിലുപരി വണ്ടിക്കകം കാണാൻ നല്ല വൃത്തിയുണ്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫ്രഷ് ടയർ തന്നെയാണ്, പുതിയ ടയർ തന്നെ കിടക്കുന്നത്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും വണ്ടി കാണാനൊന്നും കുഴപ്പമില്ല. റീപെയിൻറ്റ് കയറിയിട്ടുണ്ടോ? ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടച്ചും പോളിഷും ചെയ്തതാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട്. വണ്ടി വേറെ അപാകതകളൊന്നുമില്ലേ? ഒന്നുമില്ല, എല്ലാ പണിയും ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. 2 ടയറും പുത്തൻ ടയറാണ് നടക്കുന്നത്. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊരു 1 ലക്ഷം രൂപ ഇറക്കാം. അത്രയും വേണം. ഇത് 2019 വണ്ടിയാണ് ജീത്തോ. 2 വർഷത്തിനടുത്ത് 22 മാസം പേപ്പർ കിടപ്പുണ്ട്. ഇതിപ്പം ഇത് എല്ലാ ക്ലച്ചും എല്ലാം ചെയ്ത് ഫുള്ള് പണിഞ്ഞിട്ടിരിക്കുന്ന വണ്ടിയാണ്. മെക്കാനിക്കൽ വർക്കുകൾ യാതൊന്നുമില്ല. 2019 2019. ഇതിന് നല്ലൊരു സ്റ്റീരിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയാണ്. അത്യാവശ്യം നല്ല വിലയുള്ള സീറ്റ് കവറാണ് ചെയ്തേക്കുന്നതെന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അകത്തുള്ള നോക്കിയാലും ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ തന്നെ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. സീറ്റ് കവർ കീറിയോ പറഞ്ഞൊന്നും ഇരിക്കുകയില്ല. അതേപോലെ ടോപ്പൊക്കെ നോക്കിയാലും അഴുക്കൊന്നുമില്ല, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 410. 410. അയ്യോ, ഇതും 1 ലക്ഷം രൂപയ്ക്ക് വേണം ഇറക്കാൻ? ഇതും ഏകദേശം അത്രയൊക്കെ വേണ്ടി വരും. അടുത്ത 2018 വണ്ടിയായത്. 20 മാസത്തിനടുത്ത് പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത്യാവശ്യ ഭാഗങ്ങളെല്ലാം നല്ല ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. മെക്കാനിക്കൽ വർക്കൊന്നുമില്ല. നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് 240. 240. ഈ റീപെയിൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? റീപെയിൻറ്റ് അത്യാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല, അല്ല കമ്പനിയിൽ നിന്ന് വന്നപ്പോൾ ഉള്ളവരെ തന്നെ ഇറക്കാറ്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ അപ്പോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അകത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല. ടോപ്പൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല.
വൃത്തിയുണ്ടോ വണ്ടിക്ക്? എന്തോ അല്ല, വണ്ടിക്ക് വൃത്തിയുണ്ടെന്നേ. കേട്ടില്ല. വണ്ടിക്ക് വൃത്തിയുണ്ടെന്ന് പറഞ്ഞതാ. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. ബാക്ക് ടയറും പുത്തൻ ടയറാണ് കിടക്കുന്നത്. അധികം ഓടിയിട്ടില്ല. ഇട്ടിട്ട് റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, അത് മാറിയതാ. ഓക്കെ. അല്ലാതെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിക്കുക. 2018 ഇത് നമ്മൾ പുതിയ ടെസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ 260 എല്ലാ പണിയും ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി എത്ര ആളുണ്ട്? എന്തോ പേപ്പർ വർക്കൊക്കെ എത്ര ആൾ? പേപ്പർ വർക്ക് പുതിയ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ആ. കിലോമീറ്റർ എന്തോ കിലോമീറ്റർ എത്ര? കിലോമീറ്റർ കുറവാണ്. എന്താ എത്ര കിലോമീറ്റർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് എഞ്ചിൻ മാറ്റി വെച്ച വണ്ടിയാണ് അത്. അപ്പം കിലോമീറ്റർ വളരെ 500 കിലോമീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. എത്ര ചോദ്യം? എത്ര? 260 പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും നമ്മൾ. 260. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിന്? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. അത് ഇതിന് കോമൺ ആയിട്ട് ഈ വണ്ടികൾക്ക് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടൽ വരാറുണ്ട്. അത് അങ്ങനെ മാറി കൊടുക്കുക. പുതിയ സീറ്റ് കവർ, പുതിയ ടയർ, എല്ലാ കാര്യങ്ങളും പുത്തന. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വെള്ളിമൂങ്ങ ആയാലും ജീത്ത ആയാലും എൻ്റെ എയ്സ് അല്ലേ, അതെ എയ്സ് ആണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ നോക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.